ഹലോ, 2 ദിവസമായിട്ട് ഞാൻ ഇത് ചെയ്യണം എന്ന് വിചാരിച്ച് നിന്നതാണ്. പക്ഷേ ചില തിരക്ക് കാരണം അത് അതിനെ വിട്ടുപോയി. 2 ദിവസം മുൻപ് ഒരു ന്യൂസ് കണ്ടിട്ടുണ്ടായിരുന്നു. ഇതിൽ തെറ്റാരുടെ ഭാഗത്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനൊറ്റ ഉള്ളൂ, രക്ഷിതാക്കൾ. നമ്മുടെ കുട്ടികൾ ഒരു പ്രായം എത്തിക്കഴിയുമ്പോൾ അവർക്ക് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ഇത് വേണം അത് വേണം എന്ന് പറയുമ്പോൾ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ അത് വാങ്ങിച്ചു കൊടുക്കുന്ന എല്ലാ രക്ഷിതാക്കൾക്കുള്ള ഒരു ഉദാഹരണമാണ് ഈ ഒരു കാര്യം. കുട്ടികൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ വാങ്ങിച്ചു കൊടുക്കുക. അല്ലാതെ അവർ വന്നിട്ട് ആന വേണം, അംബാനി വേണം, കാറ് വേണം, ബസ് വേണം, ജീപ്പ് വേണം എന്ന് പറയുമ്പം അത് അവരുടെ പ്രായം പോലും കണക്കാക്കാതെ വാങ്ങിച്ചു കൊടുക്കുമ്പോൾ അതിന് പിറകെ വരും വൈയായികകൾ എന്തൊക്കെയാണെന്ന് ശരിക്കും നിങ്ങൾ ഓരോരുത്തർ ആലോചിക്കുക. എന്നിട്ട് മാത്രം അവരുടെ താളത്തിനൊത്ത് തുള്ളുക. മക്കളെ ചെറിയ പ്രായത്തിൽ മടിയിലിരുത്തി വാഹനം ഓടിക്കാൻ പഠിപ്പിക്കുന്ന ചില അച്ഛന്മാരുണ്ട്. കുട്ടികളോടുള്ള വാത്സല്യം കാരണം അവരുടെ എല്ലാ ഇഷ്ടങ്ങളും സാധിച്ചു കൊടുക്കുന്ന രക്ഷിതാക്കൾക്ക് മക്കൾ പിന്നീട് വലിയ തലവേദന സൃഷ്ടിക്കാം. ഈ വാത്സല്യം, സ്നേഹം, കോപ്പെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ തന്നെയാണ് നിങ്ങളെ കുട്ടികളെ വഷളാക്കുന്നത്. നിങ്ങൾ തന്നെയാണ് അവരെ വേണ്ടാത്ത വാശിയിലോട്ടും ദേഷ്യത്തിലോട്ടും നയിക്കുന്നത്. അവരെ പറഞ്ഞ് മനസ്സിലാക്കേണ്ട സമയത്ത് അത് മനസ്സിലാക്കാതെ അവരുടെ താളത്തിനൊത്ത് തുള്ളിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ ഇരിക്കും. എറണാകുളം ചെറായിയിൽ പട്ടാപ്പകൽ കണ്ട കാഴ്ച ഓരോ മാതാപിതാക്കൾക്കും പാഠമാകേണ്ടതാണ്. വീട്ടുകാരറിയാതെ കാറുമായി റോഡിലിറങ്ങിയ 16-കാരൻ അമിത വേഗതയിൽ കാട്ടിക്കൂട്ടിയ പരാക്രമം നാട്ടിൽ ഭീതി പരത്തി. +1 വിദ്യാർത്ഥി ഓടിച്ച ഇന്നോവ ക്രിസ്റ്റ കാർ നിരവധി വാഹനങ്ങളിൽ ഇടിച്ചു. അപകടത്തിൽ വഴിയാത്രക്കാരിയായ വയോധികയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. മകന്റെ മരണപ്പാച്ചിലിൽ അച്ഛനെ പ്രതിയാക്കി പോലീസ് കേസെടുത്തു. അതേസമയം തന്റെ അറിവോടെയല്ല മകൻ വാഹനം കൊണ്ടുപോയതെന്നാണ് രക്ഷിതാവിന്റെ മൊഴി. കുട്ടികൾക്ക് വാഹനം ഓടിക്കാനൊക്കെ പഠിപ്പിക്കുന്നതിനൊക്കെ ഒരു സമയമുണ്ട്. അല്ലാണ്ട് ഇവർക്ക് ഈ 10ാം ക്ലാസ്സിൽ എത്തുമ്പോഴേ നിങ്ങൾ ഇന്ന മോനെ കാറിൻ്റെ കീ നീ പോയിരുന്ന് പഠിച്ചോ എന്ന് പറഞ്ഞ് പഠിപ്പിക്കാൻ നിൽക്കരുത്. പഠിപ്പിക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഇതുപോലെ ഇരിക്കും. കാരണം കുട്ടികളാണ്. എപ്പോഴും നിങ്ങളുടെ കൺമുന്നിൽ അവർ വന്ന് നിൽക്കത്തില്ല. നിങ്ങളുടെ കണ്ണുകൾ വെട്ടിച്ച് അവരതെടുത്തുകൊണ്ട് പോകണമെങ്കിൽ അവർക്ക് എന്തുമാത്രം ധൈര്യം ഉണ്ടായിരിക്കണം. ആ കൊച്ച് ഇത് കാണിച്ചതിലൂടെ ഒറ്റ കാര്യമേ പറയാനുള്ളൂ, രക്ഷിതാക്കൾ എന്ന് പറയുന്ന ആൾക്കാർ ആ കൊച്ചിന് പേടിയില്ല. കാരണം വളർത്തി വഷളാക്കി അങ്ങ് വെച്ചു. അല്ലെങ്കിൽ ഇത്രയും ധൈര്യത്തിൽ അവൻ കാർ എടുത്തിട്ട് പുറത്തിറങ്ങത്തില്ലല്ലോ. ഇത്രയും ആൾക്കാർ കൂടിയ റോഡിലൂടെ, ഹൈവേയിലൂടെ എങ്ങാണ്ടാണ് അവൻ ഇത് എടുത്തുകൊണ്ട് പോയേക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കണം അപ്പോഴുള്ള അവൻ്റെ ആ ധൈര്യം എന്തായിരിക്കും എന്നുള്ളത്. 18 കിലോമീറ്റർ എങ്ങാണ്ടാണ് ഈ വണ്ടി എടുത്തുകൊണ്ട് അവൻ പോയേക്കുന്നത്. 18 കിലോമീറ്റർ ആലോചിച്ച് നോക്കണം. ഇവൻ്റെ പിറകെ ആൾക്കാർ, ഇവൻ ഈ വണ്ടി നിർത്തുന്നിടത്ത് അല്ലെങ്കിൽ ബ്രേക്ക് ഇടുന്നിടത്ത് ആൾക്കാർ വന്ന് ഇത് തടയാൻ നോക്കുന്നുണ്ട്. പക്ഷെ അതിനൊക്കെ പുല്ല് വിലയായിരുന്നു. അവൻ അതൊന്നും മൈൻഡില്ല. അവൻ്റെ ഇഷ്ടത്തിന് വണ്ടി തിരിക്കുന്നു, വളയ്ക്കുന്നു, ഇടിക്കുന്നു, പോകുന്നു. ഇനി ഇതേ വാർത്തയുടെ ചില കാര്യങ്ങൾ വേറൊരു ന്യൂസിൽ വന്നിട്ടുണ്ട്, അതൊന്ന് കേൾപ്പിച്ചുതരാം. കൊച്ചിയിൽ 16-കാരൻ വാഹനം ഓടിച്ച് അപകടമുണ്ടാക്കിയ സംഭവത്തിൽ കടുത്ത നടപടിയെടുക്കാൻ പോലീസും മോട്ടോർ വാഹന വകുപ്പും. വാഹനത്തിന്റെ RC 1 വർഷത്തേക്ക് റദ്ദാക്കാനാണ് തീരുമാനം. 16-കാരന് 25 വയസ്സ് ഇനി ലൈസൻസ് നൽകില്ല. അപകടത്തിൽ പരിക്കേറ്റവരുടെ ചികിത്സാ ചെലവും നഷ്ടപരിഹാരവും RC ഓണർ അബ്ദുൾ റഷീദ് വഹിക്കുകയും വേണം. മക്കളെ മര്യാദക്ക് വളർത്തിയില്ലെങ്കിൽ പൈസ പോകുന്നതിന് കണക്കുണ്ടാവത്തില്ല. ഇടിച്ച വണ്ടികളുടെ റിപ്പയർ, അതിനുള്ള പൈസ, അവർ ഹോസ്പിറ്റലിലായിരിക്കുന്ന ആ സ്ത്രീയുടെ ചിലവ് നോക്കിക്കോ. അങ്ങ് നോക്കിക്കോ. 16-17 വയസ്സാവുമ്പോൾ തന്നെ നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്നൊരു ശീലമുണ്ട്. എന്താണെന്നറിയോ? ആൺമക്കളാണെങ്കിൽ ബൈക്ക് മേടിച്ചങ്ങ് കൊടുക്കും. എന്തിന്? ലൈസൻസ് പോലും അവന്മാരുടെ കയ്യിലുണ്ടാകത്തില്ല. അവന്മാരുടെ സന്തോഷം, അവന്മാരോടുള്ള സ്നേഹം, വാത്സല്യം, അതുകൊണ്ട് 16 വയസ്സിൽ ബൈക്ക് അങ്ങ് മേടിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ 17 വയസ്സിൽ ബൈക്ക് അങ്ങ് മേടിച്ചു കൊടുക്കുക. ഇതാണ് ഇപ്പം നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. എത്രയൊക്കെ കണ്ടാലും കിട്ടിയാലും ആൾക്കാർ പഠിക്കത്തില്ല. ഒന്ന് അന്വേഷിച്ച് നോക്കിയാൽ മതി. 17 വയസ്സ് തികയുന്നതിന് മുമ്പ് എത്ര ആൾക്കാരുടെ കയ്യിൽ വണ്ടി ഇരിപ്പുണ്ടെന്ന് ഒന്ന് അന്വേഷിച്ച് നോക്കിയാൽ മതി. ലിസ്റ്റ് കിടപ്പുണ്ടാവും. അവസാനം എന്തേലും പറ്റിക്കഴിയുമ്പോൾ നെഞ്ചത്ത് അടിച്ചിരുന്ന് കരയും. തെറ്റ് ചെയ്ത രക്ഷിതാക്കൾ, മക്കൾക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞിരുന്ന് കരയുന്നത് രക്ഷിതാക്കൾ. ആരുടെ തെറ്റാണെന്നൊന്ന് ആലോചിച്ച് നോക്ക്. നിങ്ങൾ ഇങ്ങനെ ഇരുന്ന് കരയാനുള്ള, അല്ലെങ്കിൽ എന്തെങ്കിലും പറ്റിയിട്ട് കരയാനുള്ള അവസരം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കാരണക്കാരൻ നിങ്ങൾ മാത്രമാണ്.
നിങ്ങൾക്ക് മക്കളോടുള്ള സ്നേഹം കാണിക്കാൻ വേണ്ടിയിട്ട് വണ്ടി മാത്രമേ കിട്ടത്തുള്ളൂ, വേറെ എന്തൊക്കെയുണ്ട്? അതൊന്നും ചെയ്യാതെ ഈ റോട്ടിൽ ഇറക്കാൻ വേണ്ടിയിട്ട് ലൈസൻസ് പോലും ഇല്ലാതെ 18 വയസ്സ് പോലും തികയാതെ നിങ്ങൾ വണ്ടി മേടിച്ചു കൊടുക്കും. സീരിയസ് ആയിട്ട് പറയുക, എത്ര കിട്ടിയാലും കണ്ടാലും ആൾക്കാർ ഈ ഒരു കാര്യത്തിൽ പഠിക്കത്തില്ല. മനസ്സിലായോ? എത്രയൊക്കെ കണ്ടാലും അവർക്കതൊരു വിഷയമല്ല. സ്വന്തം മക്കളാണ്, മക്കളോടുള്ള സ്നേഹമൊക്കെ പ്രകടിപ്പിക്കാൻ ഇങ്ങനെയൊക്കെ അവർക്ക് പറ്റത്തുള്ളൂ. അവരത് പിന്നെയും ചെയ്യും. ഇതുപോലെ എന്തെങ്കിലുമൊക്കെ വീണ്ടും ആ ചെറുക്കന്മാർ പോയി കാണിക്കും, അല്ലെങ്കിൽ സ്വയം ജീവൻ എന്തെങ്കിലുമൊക്കെ വരുത്തി വയ്ക്കും. അപ്പം ഇത് നെഞ്ച് തടിച്ചിരുന്ന് കരയും, ചിലപ്പോൾ ആ ചെറുക്കനിട്ട് പൊട്ടിക്കും. ഇതാണ് നിങ്ങൾ ചെയ്യാൻ പോകുന്നത്. ചുരുക്കം ചില ആൾക്കാർ കാണും, മോൻ വന്നിട്ട് വണ്ടി വേണം എന്ന് പറയുമ്പോൾ നിനക്ക് അതിനുള്ള പ്രായമായിട്ടില്ല, ആവുമ്പോൾ വാങ്ങിച്ചു തരാം എന്ന് പറഞ്ഞ് അവരെ പറഞ്ഞ് മനസ്സിലാക്കുന്ന ചുരുക്കം ചില ആൾക്കാർ. ബാക്കി എല്ലാവരും വന്നിട്ട് എനിക്ക് വണ്ടി വേണം എന്ന് പറയുമ്പോൾ പിറ്റേ ദിവസം വണ്ടി ആ വീടിൻ്റെ ഫ്രണ്ടിൽ എത്തും. അതാണ് കണ്ടുവരുന്നത്. എന്നിതൊക്കെ മാറുന്നോ അന്ന് ഇതൊക്കെ നന്നാവത്തുള്ളൂ.